ഹലോ ചാനലിലെ എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. എൻ്റെ പേര് അബൂബക്കർ. പണ്ട് ഒരുപാട് പ്രാവിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തതാണ്. പല സാങ്കേതിക കാരണങ്ങളാൽ ഈ പ്രാവ് വളർത്തലൊക്കെ നിർത്തേണ്ടി വന്നു. അങ്ങനെ നിർത്തി. ഇപ്പം ഞാൻ ഉള്ളത് ഖത്തറിലാണ്, വിദേശത്താണ്. ഖത്തറിലെ ഒരു കീ ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യാണ് ഒരു കമ്പനിയിൽ. അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ പ്രാവ് വളർത്തലൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ആഗ്രഹമുണ്ട്. അത് പ്രാവ് വളർത്തലൊരു വികാരമാണല്ലോ. അപ്പോൾ പഴയ പോലെ എല്ലാ സപ്പോർട്ടും വീണ്ടും തരിക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഹലോ, അപ്പോൾ കിയ പിക്കാൻഡോ എന്ന് പറയുന്ന ഈ വാഹനത്തിൻ്റെ കീ നഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ വർക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കീ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കീ കട്ട് ചെയ്യണം. ഓരോ കീക്കും പല രീതിയിലുള്ള കട്ടിങ് ആയിരിക്കും. അപ്പോൾ ഈ കീൻ്റെ കറക്റ്റ് കട്ടിങ് കോഡ് അടിച്ച് നമ്മൾ ഓട്ടോമാറ്റിക് മെഷീൻ വഴി കീ നമ്മൾ കട്ട് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. ഈ കീ കട്ട് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവില്ല. പുതിയ വാഹനങ്ങളിലെല്ലാം ഇമ്മൊബിലൈസർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒരു സേഫ്റ്റി സെക്യൂരിറ്റി ആയിട്ടുള്ള പുതിയ വാഹനങ്ങളല്ല, ഏകദേശം 2000-ന് ശേഷമുള്ള എല്ലാ വാഹനങ്ങളിലും, അധിക വാഹനങ്ങളിലും ഇമ്മൊബിലൈസർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കീ കട്ട് ചെയ്യുന്നു. കീ കട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മൾ വാഹനത്തിലെത്തി വാഹനത്തിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്ത് അകത്ത് കടന്ന് വണ്ടിയിലേക്ക് ടൂള് കണക്ട് ചെയ്യുകയാണ്. ടൂള് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കീയിലേക്ക് ട്രാൻസ്പോണ്ടർ ചിപ്പ് നമ്മൾ ഓൾറെഡി കീയിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. ആ ചിപ്പിലേക്ക് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ കോഡ് ഫസ്റ്റ് ജനറേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഇത്. നമ്മൾ റോങ് ആയിട്ടെല്ലാം പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. നിങ്ങളുടെ വാഹനങ്ങളുടെ കീയൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യുക. അഥവാ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള ലോക്ക് സ്മിത്തിനെ സമീപിക്കുക. അവർ കറക്റ്റായിട്ടുള്ള അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചിപ്പ് ട്രാൻസ്പോണ്ടർ ജനറേഷൻ നടക്കുകയാണ്. അത് ജനറേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ കീ വാഹനത്തിൻ്റെ ഇഗ്നിഷൻ ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു 1-2 മിനിറ്റിനുള്ളിൽ പ്രോഗ്രാം സക്സസ് ആവും. അതിന് കറക്റ്റ് കിയ ഹുണ്ടായി വാഹനങ്ങൾക്ക് കീ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു പിൻ കോഡ് കൂടെ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് നമുക്ക് പ്രോഗ്രാം സക്സസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഖത്തറിലാണ്. ഖത്തറിലുള്ള നമ്മുടെ ഫാമിലിയിലെ വ്യൂവേഴ്സിലൊക്കെ പെട്ട ആർക്കെങ്കിലും കീ സംബന്ധമായി പുതിയൊരു കീ എക്സ്ട്രാ എടുക്കാനോ അല്ലെങ്കിൽ കീ നഷ്ടപ്പെട്ടാലൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളതിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഇപ്പോൾ പ്രോഗ്രാം ഏകദേശം എൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കഴിയാറായി. വീഡിയോ വളരെ ഷോർട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഫുൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പ്രോഗ്രാം കഴിഞ്ഞു, സക്സസ് ആയി, വണ്ടി സ്റ്റാർട്ടായി. ഓക്കെ, അപ്പോൾ ഈ സംബന്ധമായ വിഷയങ്ങൾക്ക് വിളിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക. ഹലോ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോസ് വീണ്ടും അപ്ലോഡ് ചെയ്യാം. കീ സംബന്ധമായിട്ടും അതുപോലെ ട്രാവലിംഗ് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള വീഡിയോസ് ഈ ചാനലിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കും. എല്ലാവരും പഴയ സപ്പോർട്ട് തരിക. ഓക്കെ, നന്ദി, നമസ്കാരം.